Hi students. Last session we discussed about data types, different data types available in Python. In that session we discussed only 5 data types, that is string, numbers, list, tuple, dictionary. 5 different data types are discussed in the last sessions. Today we will have to discuss 2 more data types, that is sets and boolean. So totally we have to study 7 different data types. So next is boolean and sets. ലാസ്റ്റ് പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ? 5 ഡാറ്റ ടൈപ്പാണ് നമ്മൾ ലാസ്റ്റിൽ പഠിച്ചത്. 5 ഡാറ്റ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ആക്ച്വലി 7 ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് അവൈലബിൾ ആണ് പൈത്തണിനകത്ത്. അപ്പം 7 ഡാറ്റ ടൈപ്സിനകത്ത് 5 ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്: സ്ട്രിങ്, നമ്പേഴ്സ്, ലിസ്റ്റ്, ട്യൂപ്പിൾസ്, ഡിക്ഷണറി. നെക്സ്റ്റ് 2 ഡാറ്റ ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ളത് സെറ്റ്സ് ആൻഡ് ബൂളിയൻ. So next we can consider boolean and sets. Python boolean. Boolean represents one of 2 values, true or false. It may be either true or false, or it may be yes or no, or 0 or 1. In programming language, you often need to know if an expression is true or false. If you want to check an expression whether it is true or false, we need boolean data types. For example, if you want to check whether x is greater than y, or x less than y, or x equal to y, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ബൂളിയൻ വാല്യൂസ് ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. You can evaluate any expressions in Python and get one of 2 answers. Either it may be true or false. When you compare 2 values, or when you compare 2 quantities, or when you compare 2 expressions, Python returns 2 values, true or false. But that is known as boolean. ഇപ്പോൾ ബൂളിയനകത്ത് നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസേ ഉള്ളൂ: 0 or 1, അല്ലെങ്കിൽ yes or no, or true or false. But normally true or false ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. either boolean data types is true or false. For example, print 10 greater than 9. 10 greater than 9 എന്ത് റിട്ടേൺ ചെയ്യും? ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന 10 എന്നോ 9 എന്നോ ആയിരിക്കില്ല. ഇതെന്താ ഡിസ്പ്ലേ ചെയ്യുക? 10 greater than 9 ആണ്. സോ ഇറ്റ് ഈസ് ട്രൂ. ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ട്രൂ എന്നായിരിക്കും. ട്രൂ ആയിരിക്കും. ആൻഡ് പ്രിൻറ്റ് 10 equal to 9, ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? false എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. false. 10 less than 9, അതും false തന്നെയായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. കാരണം 10 is greater than 9. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ ബൂളിയൻ വാല്യൂസ് യൂസ് ചെയ്യേണ്ടി വരും. ബൂളിയൻ ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? When you run a conditions in an if statement, Python returns true or false. For example, print a message based on whether the condition is true or false. നമുക്കൊരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്നായിരിക്കാം. ഫോർ എക്സാമ്പിൾ, വേരിയബിൾ എ is assigned to value 200 and വേരിയബിൾ ബി is assigned to value 33. അപ്പം എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി മാറി? 200 ആയി മാറി. ആൻഡ് ബി is equal to 33. നെക്സ്റ്റ്, I am comparing if a greater than b, b greater than a, b a നേക്കാളും വലുതാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. if b is greater than a, then print b is greater than a, or else എന്ന് പറഞ്ഞാൽ else, otherwise print b is not greater than a. അല്ലെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും? b is not greater than a. ഇവിടെ ബിയുടെ വാല്യൂ എന്താണ്? 33 ആണ്. എയുടെ വാല്യൂ 200 ആണ്. സോ എ ഈസ് ഗ്രേറ്റർ ദെൻ ബി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പ്രിൻറ്റ് ചെയ്യുക? ബി ഈസ് നോട്ട് ഗ്രേറ്റർ ദെൻ എ. ബി ഈസ് നോട്ട് ഗ്രേറ്റർ ദെൻ എ. ഇതിൻ്റെ ഔട്ട്പുട്ട് അപ്പോഴും എന്താ ഉണ്ടാവുക?
എന്താ പ്രിൻ്റ് ചെയ്യുക? സോറി, ബേസ് നോട്ട് ആയിരിക്കും സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യുക. ബി ഈസ് നോട്ട് ഗ്രേറ്റർ ദെൻ എ എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രിൻ്റ് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടാവും, ബി ഈസ് നോട്ട് ഗ്രേറ്റർ ദെൻ എ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്? ബൂളിയൻ എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. വേറെ കുറച്ച് എക്സാമ്പിൾ കാണാം. ഇവാലുവേറ്റ് വാല്യൂസ് ആൻഡ് വേരിയബിൾസ്. അപ്പോൾ നമുക്കൊരു വേരിയബിളിൻ്റെയോ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് എന്ത് ചെയ്തെക്കാൻ പറ്റും? ചെക്ക് ചെയ്തെക്കാൻ പറ്റും. അതിന് എന്ത് യൂസ് ചെയ്തത്? ബൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ മതി. Using bool function, we can evaluate any value and it returns either true or false. True or false or return ചെയ്യും. For example, print bool hello. ഹലോ എന്ന് പറഞ്ഞ സാധനം പ്രിൻ്റ് ചെയ്യാനല്ല പറഞ്ഞത്, ഇവിടെ ബൂളിയൻ ആണ്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ്. ആക്ച്വലി ഇത് എന്ത് പ്രിൻ്റ് ചെയ്യും? ട്രൂ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വലി ട്രൂ എന്നായിരിക്കും. TRUE ട്രൂ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇതും അതേപോലെ തന്നെ എന്ത് പ്രിൻ്റ് ചെയ്യും? ബോൾ 15 എന്ന് പറഞ്ഞാൽ 15 അതൊരു ട്രൂ ആയിട്ടുള്ള വാല്യൂ ആണ്. 15 എന്ന് പറഞ്ഞൊരു വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഒരു ട്രൂ ആണ്. ഹലോ എന്ന് പറയുന്നത് ഒരു ട്രൂ ആണ്, അത് ഫോൾസ് അല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ട്രൂ എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. വാല്യൂ ടു വേരിയബിൾ എക്സ് ഈസ് ഈക്വൽ ടു ഹലോ, വൈ ഈസ് ഈക്വൽ ടു 15. പ്രിൻ്റ് ബൂൾ എക്സ്, ഇവിടെ എന്ത് പ്രിൻ്റ് ചെയ്യും? ഹലോ എന്ന് ട്രൂ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇവിടെ എന്ത് പ്രിൻ്റ് ചെയ്യും? വൈയുടെ വാല്യൂ ട്രൂ എന്ന് പ്രിൻ്റ് ചെയ്യും. മോസ്റ്റ് വാല്യൂസ് ആർ ട്രൂ. ഒരുവിധം എല്ലാ വാല്യൂസൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓൾമോസ്റ്റ് എനി വാല്യൂ ഈസ് ഇവാലുവേറ്റഡ് ടു ട്രൂ ഇഫ് ഇറ്റ് ഹാസ് സം സോർട്ട് ഓഫ് കണ്ടൻറ്റ്. അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, അതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ എല്ലാ വേരിയബിളും അല്ലെങ്കിൽ എല്ലാ വാല്യൂസും എന്ത് പ്രിൻ്റ് ചെയ്യും? ട്രൂ എന്ന് പ്രിൻ്റ് ചെയ്യും. എനി സ്ട്രിങ് ഈസ് ട്രൂ എക്സെപ്റ്റ് എംപ്റ്റി സ്ട്രിങ്. ഒരു സ്ട്രിങ് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ, അതിനകത്തൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് പ്രിൻ്റ് ചെയ്യും? ഫോൾസ് പ്രിൻ്റ് ചെയ്യും. ഇൻ ഓൾ അതർ കേസ് ഇറ്റ് പ്രിൻറ്റ്സ് ട്രൂ. എനി നമ്പർ ഈസ് ട്രൂ എക്സെപ്റ്റ് 0. 0 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നമ്പറും എന്ത് പ്രിൻ്റ് ചെയ്യും? ട്രൂ പ്രിൻ്റ് ചെയ്യും. എനി ലിസ്റ്റ് ട്യൂപ്പിൾ സെറ്റ് ഡിക്ഷണറി ആർ ട്രൂ എക്സെപ്റ്റ് എംപ്റ്റി 1. ഇത് എംപ്റ്റി ലിസ്റ്റ് ട്രൂ ആയിരിക്കില്ല, എംപ്റ്റി ട്യൂപ്പിൾ ട്രൂ ആയിരിക്കില്ല, എംപ്റ്റി സെറ്റ് ട്രൂ ആയിരിക്കില്ല, ആൻഡ് എംപ്റ്റി ഡിക്ഷണറി ഇസ് നോട്ട് അറ്റ് ഓൾ ട്രൂ. അതെന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും ഇതിനകത്ത് കാണിക്കുന്നത്. നെക്സ്റ്റ്, സം വാല്യൂസ് ആർ ഫോൾസ്. ഏതൊക്കെയാണ് അപ്പോൾ ഫോൾസ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് നോക്കാം. ബൂൾ ഫോൾസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിട്ട് പ്രിൻ്റ് ചെയ്യും? ഇവിടെ എക്സാമ്പിൾ കാണിച്ചല്ലോ. ബൂൾ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻറ്റ് ഫോൾസ് തന്നെ അത് പ്രിൻ്റ് ചെയ്യും. ബൂൾ നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രിൻ്റ് ചെയ്യും? ഫോൾസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ബൂൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഫോൾസ് തന്നെ പ്രിൻ്റ് ചെയ്യും. ബൂൾ കോഡ്സ് സ്ട്രിങ് എന്താണ്? എംപ്റ്റി സ്ട്രിങ് ആണ് ആക്ച്വലി. ഇത് എന്ത് പ്രിൻ്റ് ചെയ്യും? ഫോൾസ് പ്രിൻ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ബൂൾ എന്ത് ലിസ്റ്റ് ട്യൂപ്പിൾ സെറ്റ്സ് ഡിക്ഷണറി ഇതെല്ലാം എന്താണ്? എംപ്റ്റി ആണ്. ഇതൊക്കെ എന്ത് പ്രിൻ്റ് ചെയ്യും? ഫോൾസ് തന്നെ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെയൊക്കെ FALSE എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യും. മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് ദ ഡാറ്റ ടൈപ്പ്, ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് Python sets. Another type of data types are Python sets. So sets is another data type available in Python. A set is a collection which is unordered and unindexed. In Python, sets are written with curly brackets. Python athilloru data types list പോലെയോ അല്ലെങ്കിൽ ട്യൂപ്പിൾ പോലെയോ ഉള്ളൊരു ഡാറ്റാ സെറ്റ്സിനെയാണ് എന്ത് പൈത്തൺ സെറ്റ്സ് എന്ന് പറയുന്നത്. സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പാണ്. ട്യൂപ്പിൾ ലിസ്റ്റൊക്കെ പോലെ തന്നെ വേറൊരു ടൈപ്പാണ് എന്ത് സെറ്റ്സ് എന്ന് പറയുന്നത്. ആ സെറ്റ്സിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് സെറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡാറ്റാസ് വിച്ച് ഈസ് അൺഓർഡേർഡ്. അതൊരിക്കലും എന്തായിരിക്കില്ല? ഓർഡറിലായിരിക്കത്തില്ല.
ആൻഡ് അൺഇൻഡെക്സ്ഡ്, അത് അൺഇൻഡെക്സ്ഡ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനകത്തുള്ള ഡാറ്റാസിനെ നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല. സെറ്റ്സ് ഓഫ് 1, സെറ്റ്സ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇൻ പൈത്തൺ സെറ്റ്സ് ആർ റിട്ടൺ ഇൻ കേളി ബ്രാക്കറ്റ്സ്. കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൈത്തൺ സെറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രിയേറ്റ് എ സെറ്റ്. എങ്ങനെയാണ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ദിസ് സെറ്റ്, ഇതൊരു വേരിയബിൾ നെയിമാണ്. നമ്മൾ കീവേഡ്സ്, ഐ മീൻ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട്, ഐഡൻറ്റിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേരിയബിൾ നെയിമാണ് ആക്ച്വലി എന്ത്, സെറ്റ് എന്ന് പറഞ്ഞാൽ. ഉണ്ടല്ലേ, ദിസ് സെറ്റ്. ഇവിടെ നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം, എക്സ് എന്നോ വൈ എന്ന് കൊടുക്കാം. ഈക്വൽ ടു, അതിനകത്തേക്ക് എന്താ സഞ്ചരിക്കുന്നത്, ഒരു സെറ്റ് വേരിയബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ, ബനാന, ചെറി. പ്രിൻറ്റ് ദിസ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രിൻറ്റ് ചെയ്യും, ഇങ്ങനെ കേളി ബ്രാക്കറ്റിലാക്കിയിട്ട് എന്താ പ്രിൻറ്റ് ചെയ്യുക, പിന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ടിൽ ഇതേപോലെ ഇങ്ങനെ ആയിരിക്കും, ആപ്പിൾ, ബനാന, കോട്സിലാണ്. സിംഗിൾ കോട്സിലോ ഡബിൾ കോട്സിലോ ആയിരിക്കും. ഇവിടെ സിംഗിൾ കോട്സ് എടുക്കാം. ആൻഡ് ചെറി. ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, ആപ്പിൾ, ബനാന, ചെറി. ഇത് പക്ഷേ ഈ ഓർഡറിലായിരിക്കണം എന്നല്ല, ഏതെങ്കിലും ഒരു ഓർഡറിലായിരിക്കും വരിക. ചിലപ്പോൾ ആദ്യം ബനാന ആയിരിക്കും വരിക, അല്ലെങ്കിൽ ആദ്യം ചെറിയെന്നായിരിക്കും വരിക, എന്നിട്ട് ഏതെങ്കിലും ഓർഡർ ആയിരിക്കും. നമുക്ക് ഒരിക്കലും ഇതിൻ്റെ എന്ത് പറയാൻ പറ്റില്ല, ഓർഡർ നമുക്ക് ഏത് ഓർഡറിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യാന്ന് പറയണ്ട. സെറ്റ്സ് ആർ അൺഓർഡേഡ്. ഇവിടെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സെറ്റ്സ് ആർ അൺഓർഡേഡ്. സെറ്റ്സ് എന്താണ്, ഓർഡറിലായിരിക്കത്തില്ല. സോ യു കനോട്ട് ബി ഷുവർ ഇൻ വിച്ച് ഓർഡർ ദി ഐറ്റം വിൽ അപ്പിയർ. ഐറ്റം എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് പ്രെഡിക്റ്റ്, ബിക്കോസ് ഇറ്റ്സ് എൻ അൺഓർഡേഡ് അൺഇൻഡെക്സ്ഡ് ഡാറ്റ. അൺഓർഡേഡ് അൺഇൻഡെക്സ്ഡ് ഡാറ്റ ടൈപ്പാണ്. സോ പൈത്തൺ സെറ്റ്സ് ആർ ഡിസ്പ്ലേഡ് ഇൻ എനി ഓർഡർ. അതെന്തായിരിക്കണമെന്നില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓർഡറിലായിരിക്കണമെന്നില്ല. ഇറ്റ് മേ ബി ഡിസ്പ്ലേഡ് ഇൻ എനി ഷഫിൾഡ് ഓർഡർ. ഓക്കെ, access item, how to access. Next is how to access a data values or data from set data types. ഒരു സെറ്റ് ഡാറ്റ ടൈപ്പിനകത്ത് എങ്ങനെ ഒരു ഐറ്റം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. യു കനോട്ട് ആക്സസ് ഐറ്റം ഇൻ സെറ്റ് ബൈ റെഫറിങ് ടു ആൻ ഇൻഡെക്സ്. നമുക്കൊരു ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പെർട്ടിക്കുലർ ഐറ്റം മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, വി കനോട്ട് ചൂസ് ബനാന, ഓൺലി ബനാന ഫ്രം ദിസ് സെറ്റ്. ദിസ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിനകത്ത് നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റില്ല, ബനാന മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം എൻ്റെ റീസൺ എന്താണ്, അതിന് നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല. ഓർഡറിലല്ല, ആസ് വെൽ ആസ് ഇറ്റ് ഈസ് നോട്ട് ഇൻഡെക്സ്ഡ്. അതൊരിക്കലും എന്തല്ല, ഇൻഡെക്സ്ഡ് അല്ല. ബട്ട് യു ക്യാൻ ലൂപ്പ് ത്രൂ ദി സെറ്റ് ഐറ്റംസ് യൂസിങ് ഫോർ ലൂപ്പ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഐറ്റത്തിനെയും നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 4x, അതിനകത്ത് യൂസ് ചെയ്യുന്ന കീവേഡ് ഇൻ എന്ന് പറഞ്ഞ കീവേഡാണ്. 4x ഇൻ ദിസ് സെറ്റ്. ദിസ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ നെയിമാണ്, സെറ്റിൻ്റെ വേരിയബിൾ നെയിമാണ് ആക്ച്വലി. ഇവിടെ നിങ്ങൾക്ക് എക്സ്ന്നോ വൈന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. 4x ഇൻ ദിസ് സെറ്റ്. പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഓരോ സെറ്റ് ബൈ സെറ്റായിട്ട് എന്ത് ചെയ്യും, അപ്പോൾ ആപ്പിൾ, ബനാന, ചെറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഓർഡർ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി കനോട്ട് ആക്സസ് ഈച്ച് ഐറ്റം ഇൻ എ സെറ്റ് ഡാറ്റ ടൈപ്പ് ബൈ യൂസിങ് ആൻ ഇൻഡെക്സ് വാല്യൂ. ഒരു ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും.
അതും ഏത് ഓർഡറിലാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ചെക്ക് ഇഫ് ബനാന ഈസ് പ്രസൻറ്റ് ഇൻ ദി സെറ്റ്. നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്തേക്കാൻ പറ്റും. ബനാന ഇതിനകത്ത് പ്രസൻ്റ് ആണോ എന്ന് ചെക്ക്. ഒരു സെറ്റിനകത്ത് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ദിസ് സെറ്റ് ഈസ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. ഇപ്പം 3 ഡാറ്റ ഐറ്റംസ് ആണുള്ളത് ഇതിനകത്ത്. ഒന്ന് ആപ്പിൾ, സെക്കൻഡ് വൺ ഈസ് ബനാന ആൻഡ് തേർഡ് വൺ ഈസ് ചെറി. അപ്പോൾ ഇതിനകത്ത് ബനാന ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പ്രിൻറ്റ് ബനാന ഇൻ ദിസ് സെറ്റ്. ഇതെന്ത് ഡിസ്പ്ലേ ചെയ്യും? ഇത് ട്രൂ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ബനാന ഇതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് ഡിസ്പ്ലേ ചെയ്യും? ട്രൂ എന്ന് ഡിസ്പ്ലേ ചെയ്യും. TRU എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പ്രിൻറ്റ് ഓറഞ്ച് ഇൻ ദി സെറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഫാൾസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ചേഞ്ച് ഐറ്റം. വൺസ് എ സെറ്റ് ഈസ് ക്രിയേറ്റഡ് യു കനോട്ട് ചേഞ്ച് ഐറ്റം ബട്ട് യു ക്യാൻ ആഡ് എ ന്യൂ ഐറ്റംസ്. ഒരിക്കൽ നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിനകത്തേക്ക് വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി കനോട്ട് ചേഞ്ച് ദി വാല്യൂസ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഉള്ള വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സെറ്റ്സിൻ്റെ കൂടെ നമുക്കൊരു സെറ്റ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും യൂസിങ് 2 മെത്തേഡ്സ്. വൺ ഈസ് ആഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് അപ്ഡേറ്റ്. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ആഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ടു ആഡ് 1 ഐറ്റം ഇൻ എ സെറ്റ്. ഒരു ഐറ്റം നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് യു വാണ്ട് ടു ആഡ് മോർ ദാൻ 1 ഐറ്റം യു ക്യാൻ യൂസ് അപ്ഡേറ്റ് ഫംഗ്ഷൻ. അപ്ഡേറ്റ് ഫംഗ്ഷൻസും യൂസ് ചെയ്യാം. അപ്ഡേറ്റ് ഫംഗ്ഷൻ എപ്പോഴും യൂസ് ചെയ്യാം? ഒന്ന് കൂടുതൽ ഡാറ്റ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് ആഡ് എന്ന് പറഞ്ഞ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. ഒരു സ്ട്രിങ് മാത്രമോ അല്ലെങ്കിൽ ഒരു വാല്യൂ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനുള്ളെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ആഡ് ഐറ്റം ടു എ സെറ്റ് യൂസിങ് ആഡ് മെത്തേഡ്. ദിസ് സെറ്റ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. ഇത് നമ്മൾ വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വി കനോട്ട് ആഡ് ന്യൂ തിങ്സ് ഇൻ ടു ന്യൂ ഡാറ്റ ഇൻ ടു ദിസ് സെറ്റ്. ദിസ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്യുന്നത് ദിസ് സെറ്റ് ഡോട്ട് ആഡ് ഈക്വൽ ടു ഓറഞ്ച്. സോ ഓറഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ങും കൂടെ എന്ത് ചെയ്യും? ഈ സെറ്റിനകത്തേക്ക് ആഡ് ചെയ്യും. ഫൈനലി ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ദിസ് സെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലോ ചെറി, ആപ്പിൾ, ഓറഞ്ച്, ബനാന. കണ്ടല്ലേ? ഓറഞ്ചും കൂടെ എന്ത് ചെയ്തു? ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വന്നു. ഓറഞ്ച് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നോക്കിയത് നിങ്ങൾ ആ ഓർഡറിലല്ല, എവിടെ നമുക്ക് ആഡ് ചെയ്യും? അപ്പൻഡ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റിലോ അല്ലെങ്കിൽ ലാസ്റ്റിലോ ഒന്നും സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും ആയിരിക്കും എന്ത് ചെയ്യുക? പ്രിൻറ്റ് ചെയ്ത് വരും. പക്ഷേ ആഡ് ചെയ്ത് വരും. അപ്പം നേരത്തെ 3 ഡാറ്റ ടൈപ്പ് 3 സെറ്റ് വാല്യൂസ് ചെയ്യണ്ടായിരുന്നുള്ളൂ. ഇപ്പം 4 സെറ്റ് വാല്യൂ ആയിട്ടുണ്ട് ആഫ്റ്റർ യൂസിങ് ദിസ് സെറ്റ് ഡോട്ട് ആഡ് ഓറഞ്ച്. അങ്ങനെ കൊടുത്തപ്പോൾ അടുത്തൊരു സാധനം കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് വന്നു. നെക്സ്റ്റ്, ആഡ് മൾട്ടിപ്പിൾ ഐറ്റംസ് ടു എ സെറ്റ് യൂസിങ് അപ്ഡേറ്റ് മെത്തേഡ്. അപ്പോൾ ഒന്ന് കൂടുതൽ ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്താൽ മതി. ദിസ് സെറ്റ് ഈസ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. ദിസ് സെറ്റ് അപ്ഡേറ്റ് ഓറഞ്ച്, മാംഗോ, ഗ്രേപ്സ്. അപ്പം ഇങ്ങനെയാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം കൊടുക്കേണ്ടത്. അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെന്താ? ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഓറഞ്ച്, മാംഗോ, ഗ്രേപ്സ്. പ്രിൻറ്റ് ദിസ് സെറ്റ് എന്ന് പറഞ്ഞാലോ ഈ രണ്ടും കൂടെ ഏതിനകത്തേക്ക് വരും? ദിസ് സെറ്റിനകത്തേക്ക് വരും. ഈ സെറ്റിനകത്തേക്ക് 3 പുതിയ വാല്യൂസും കൂടെ ആഡ് ചെയ്യും. ബനാന വന്നു, ഓറഞ്ച് വന്നു, മാംഗോ വന്നു, ഗ്രേപ്സ് വന്നു. ഓറഞ്ച്, അതും ഏതെങ്കിലും ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുക? പുതിയ വാല്യൂസിനകത്തേക്ക് വരിക. അപ്പം ആഡ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് ഏത് ഓർഡറിലാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആഡ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇഫ് യു വാണ്ട് ടു ആഡ് മോർ ദൻ 1 ഐറ്റം യു ക്യാൻ യൂസ് വി ക്യാൻ യൂസ് അപ്ഡേറ്റ് മെത്തേഡ്. നെക്സ്റ്റ്, get the length of a set. We can
check the number of items present in a set variable. ഇപ്പോൾ ഒരു സെറ്റ് വേരിയബിളിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്തേക്കാൻ പറ്റും, ചെക്ക് ചെയ്തേക്കാൻ പറ്റും യൂസിങ് ലെങ്ത് ഫംഗ്ഷൻ. LEN ഫംഗ്ഷൻ. LEN മീൻസ് ലെങ്ത് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, ദിസ് സെറ്റ് ഈസ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. പ്രിൻറ്റ് LEN ഓഫ് ദിസ് സെറ്റ്. ഇതെന്താ പ്രിൻറ്റ് ചെയ്യുക? ലെങ്ത് ഓഫ് ദിസ് സെറ്റ്. ഹൗ മെനി ഡാറ്റാസ് അവൈലബിൾ ഇൻ എ സെറ്റ്. അതാണ് ആക്ച്വലി എന്ത് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നോർമലി ഇവിടെ എന്ത് പ്രിൻറ്റ് ചെയ്യണം? 3 എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി ഡിസ്പ്ലേ ആസ് 3. അപ്പം അത് 3 എന്നാണ് ആക്ച്വലി എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. കാരണം നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യുന്നത്. ഒരു സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് ഐറ്റംസ് ആണ് പ്രിൻറ്റ് ചെയ്തത്. ലെങ്ത് മീൻസ് നമ്പർ ഓഫ് ഐറ്റംസ് പ്രസൻറ്റ് ഇൻ എ സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ ടു റിമൂവ് എ ക്രിയേറ്റഡ് സെറ്റ്സ്, ഡാറ്റ ഫ്രം എ ക്രിയേറ്റഡ് സെറ്റ്സ്. ഒരു ക്രിയേറ്റ് ചെയ്ത സെറ്റിനകത്ത് നിന്ന് ഡാറ്റ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനാണ്. ടു റിമൂവ് ആൻ ഐറ്റം ഇൻ എ സെറ്റ് we can use a remove or discard method. Remove or discard or method യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഒരു സെറ്റ്സിനകത്ത് നിന്ന്, ഡാറ്റ ഐറ്റം നമുക്കൊരു സെറ്റ്സിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, റിമൂവ് ബനാന യൂസിങ് റിമൂവ് മെത്തഡ്. റിമൂവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം നമുക്ക്. ദിസ് സെറ്റ് ഈസ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. ദിസ് സെറ്റ് ഡോട്ട് റിമൂവ് ഈക്വൽ ടു ബനാന. അപ്പം പ്രിൻറ്റ് ദിസ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തേ ഉണ്ടാവുള്ളൂ, ചെറിയും ആപ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് ഐറ്റം റിമൂവ് ചെയ്തിട്ടുണ്ടാവും? ബനാന എന്ന് പറഞ്ഞ ഐറ്റം റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദി ഐറ്റം ടു റിമൂവ് ഡസ് നോട്ട് എക്സിസ്റ്റ്, റിമൂവ് വിൽ റേസ് ചെയ്യാൻ എറർ. സപ്പോസ് നമ്മൾ റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഈ ബനാന എന്ന് പറഞ്ഞ വാല്യൂ ഈ സെറ്റിനകത്ത് ഇല്ല എങ്കിൽ അതെന്ത് ജനറേറ്റ് ചെയ്യും? ഇറ്റ് വിൽ ജനറേറ്റ് ആൻ എറർ. അതൊരു എററായിട്ട് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഐറ്റം എന്താണെന്ന് ഉറപ്പ് വരുത്തണം. ഈ സെറ്റിനകത്തുള്ള ഒരു ഡാറ്റ വാല്യൂ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ക്രിയേറ്റ് എൻ എറർ. ഓക്കെ, സോ റിമൂവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റിമൂവ് എ ഡാറ്റ ഐറ്റം ഫ്രം എ സെറ്റ്. നെക്സ്റ്റ് ഈസ് discard. Remove banana by using a discard method. Remove പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കാർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും സെറ്റ്സിനകത്തുനിന്നൊരു ഡാറ്റ ഐറ്റം. ഫോർ എക്സാമ്പിൾ, ദിസ് സെറ്റ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. 3 ഐറ്റമാണ് ഇതിനകത്തുള്ളത്. ദിസ് സെറ്റ് ഡോട്ട് ഡിസ്കാർഡ് ഈക്വൽ ടു ബനാന. ദാറ്റ് മീൻസ് ഐറ്റം ഡാറ്റ ഐറ്റം ബനാന ഈസ് റിമൂവ്ഡ് ഫ്രം ദിസ് സെറ്റ്. സോ പ്രിൻറ്റ് ദിസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇനി എന്താ പ്രിൻറ്റ് ചെയ്യുള്ളൂ, ഇറ്റ് ഓൺലി പ്രിൻറ്റ്സ് ആപ്പിൾ ആൻഡ് ചെറി. ആപ്പിളും ചെറിയും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രിൻറ്റ് ചെയ്യുള്ളൂ. കാരണം അതിനകത്ത് എന്ത് റിമൂവ് ചെയ്തു, നമ്മൾ എന്ത് ഡിസ്കാർഡ് ചെയ്തു, നമ്മൾ ബനാന എന്ന് പറഞ്ഞ ഐറ്റം ഡിസ്കാർഡ് ചെയ്തു. ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദി ഐറ്റം ടു റിമൂവ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഡിസ്കാർഡ് വിൽ നോട്ട് റേസ് എനി എറർ. അപ്പം ഇഫ് യു ആർ ഗോയിങ് ടു റിമൂവ് ഓർ ഡിസ്കാർഡ് ഫ്രം an item from set data type and that item is not present already in the set, it won't create any error. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഐറ്റം, ഒരു ഡാറ്റ സെറ്റിനകത്തുള്ള ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഏതിനകത്ത് പ്രസൻ്റ് ആയിരിക്കണം, സെറ്റ്സിനകത്ത് പ്രസൻ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അതെന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു എറർ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഡിസ്കാർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡാറ്റ ഐറ്റം ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യണമെന്നും പോലും ഇല്ല, ഇത് സെറ്റിനകത്ത് പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഇല്ലാത്തൊരു വേരിയബിൾ ആണെങ്കിലും അതെന്ത് ജനറേറ്റ് ചെയ്യില്ല, എറർ ജനറേറ്റ് ചെയ്യില്ല. ഇല്ലാത്തൊരു വാല്യൂ ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് എറർ ജനറേറ്റ് ചെയ്യില്ല. പക്ഷേ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബൂളിയൻ ആൻഡ് സെറ്റ്സ്. ബൂളിയൻ ഡാറ്റ ടൈപ്പും സെറ്റ്സും ആണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ ഡാറ്റ ടൈപ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 7 ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് അവൈലബിൾ ആണ്. ഒന്ന് സ്ട്രിങ്, നമ്പർ, ലിസ്റ്റ്, ട്യൂപ്പിൾ, ഡിക്ഷണറി, സെറ്റ്സ് ആൻഡ് ബൂളിയൻ. ഇപ്പം സ്ട്രിങ്സിനകത്ത് അറിയാമോ, സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കുന്ന മോർ ദാൻ 1 ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് എന്തായിരുന്നു, നമ്പേഴ്സ് വാല്യൂസാണ്. അത് നമുക്ക് ഇൻഡിജർ വാല്യൂ ആകാം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആകാം, കോംപ്ലക്സ് നമ്പേഴ്സ് ആകാം.
ലിസ്റ്റ് തന്നെ എന്താ, ഇത് സെറ്റ്സ് പോലെ തന്നെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന വാല്യൂസിനാണ് നമ്മൾ എന്താ പറയുന്നത് സെറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ട്യൂപ്പിളും അതേപോലെ തന്നെ, അത് പക്ഷേ സ്ക്വയർ ബ്രാക്കറ്റിനകത്തല്ല, നമ്മൾ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഡിഫറൻസ് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും നമുക്ക് കൊടുക്കാൻ പറ്റും, അത് പക്ഷേ ഏതിനകത്തായിരിക്കും നമ്മൾ കേളി ബ്രേസിനകത്തായിരിക്കും കൊടുക്കുന്നത്. സെറ്റ്സും ബൂളിയനും നമ്മൾ ഓൾറെഡി ഇന്ന് പഠിച്ചു. സോ these are the 7 different data types available in Python language. Thank you.